തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാൺകത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാൺക
പ്രിയ പൈതലിൻ്റെ വേർപാടുള്ള ബന്ധത്തിൽ ദൈവസഭയിലുള്ള പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, ഓൺലൈനിലൂടെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പ്രിയ കുഞ്ഞിൻ്റെ ശുശ്രൂഷകൾ നമുക്ക് നടത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. 2024 ജൂൺ മാസത്തിൽ പ്രിയ പൈതൽ ഈ ഭൂമിയിൽ ജന്മം കൊടുക്കുവാൻ പ്രിയ മാതാപിതാക്കൾക്ക് കർത്താവ് കൃപ ചെയ്തു. ജനിച്ച നാൾ മുതൽ ഇന്നു വരെ പ്രിയ പൈതലിനെ വളർത്തുവാൻ ദൈവം അവർക്ക് അവസരത്തെ നൽകി. 2025 ഓഗസ്റ്റ് മാസം 28-ാം തീയതി പ്രിയ പൈതൽ കർത്താവിനോട് ചേരുവാനിടയായി. ഇന്നിവിടെ നടക്കുന്ന ശുശ്രൂഷകൾ മരണത്തിന് ശേഷം നടക്കുന്ന ആത്മാവിന് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷകളല്ല, ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയാണ് തുടർന്ന് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധാനം ആയിരിക്കാം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണമാണ് പ്രാപിക്കുവാനാണ് നമ്മൾ ദൈവസന്നിധാനം എത്തിച്ചേരുന്നത്. അതുകൊണ്ട് മരണത്തിന് ശേഷം നമുക്കൊരു മാറ്റം ഒരുവിൽ കൊണ്ടുവരുവാൻ കഴിയത്തില്ല. ജീവനോടിരിക്കുന്ന സമയത്താണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് പകരം നൽകുന്നത്. അതുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷ നമ്മൾ ഒരുക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ നിരവധി പ്രിയപ്പെട്ടവർ നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലാം അനുഗ്രഹമായി നടക്കുവാൻ നമുക്ക് ദൈവസന്നിധാനെ പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിന് ബലം നൽകുന്നത് വാക്കുകളെക്കാൾ അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ഉള്ളങ്ങൾക്ക് ബലം നൽകുന്നതും ആമേൻ നമുക്ക് പ്രത്യാശ നൽകുന്നതും. ആ ദൈവത്തിൻ്റെ വചനമാണ് സന്തോഷപ്രദനെ കുടുംബത്തെ ഇത്രത്തോളം നിർത്തിയിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആശ്വാസമാണ് ആ ഉള്ളങ്ങളിൽ കർത്താവ് പകർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾ, പലർ ബന്ധുക്കൾക്കാർക്കും പെട്ടെന്ന് ആയതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർ ഓൺലൈനിലൂടെ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കർത്താവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിരവധി ദൈവദാസന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രാരംഭത്തിൽ കർത്താവിൻ്റെ ദാസൻ ലണ്ടനിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയ ജോമൻ പാസ്റ്റർ ചില വാക്കുകൾ ആമേൻ ദൈവവചനത്തിൽ നിന്നും അനുശോചന വാക്കുകൾ പ്രാരംഭത്തിൽ അറിയിക്കും. അതിനുവേണ്ടി കർത്താവിൻ്റെ ദാസൻ പ്രിയ ആമേൻ ജോർജ് ടി വർഗീസ് അവരെ ഞാൻ ക്ഷണിക്കുകയാണ്. കർത്താവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ വത്സല്യ പൈതലിൻ്റെ വേർപാടിൻ്റെ വിവരം കഴിഞ്ഞ വ്യാഴാഴ്ച സാമ്പ്രദർ വിളിച്ചു പറയുമ്പോഴാണ് അറിയുവാനായിട്ടിടയായി തീർന്നത്. കേട്ടപ്പോൾ വളരെ പ്രയാസവും ദുഃഖവും ഉണ്ടായി. വിവരം ഞങ്ങൾ സഭയിൽ ഷെയർ ചെയ്യുവാനും കഴിഞ്ഞ ദിവസങ്ങളിൽ സഭ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെയും ദൈവമായ കർത്താവ് സാവകാശത്തെ നൽകി തന്നു. കർത്താവിന് സ്തോത്രം. വേർപാട് അതേത് പ്രായത്തിലായാലും ദുഃഖവും വേദനയും നൊമ്പരവും ഉളവാക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നടുവിലും ഒരു പ്രത്യാശയുണ്ട്. കർത്താവിന് സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നത് ഞാൻ കാക്ഷിക്കുന്നു, അത് ഏറ്റവും ഉത്തമമല്ലോ. കർത്താവിന് സ്തോത്രം. വത്സല്യ പൈതൽ ഏറ്റവും ഉത്തമമായ ഒരിടത്ത് കർത്താവിനോട് കൂടെ ഇപ്പോൾ ആയിരിക്കുന്നു. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നാൽ പ്രിയപ്പെട്ടവർക്ക് ഈ വേർപാട് വേദനയുടെ അനുഭവമാണ്. എന്നാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ സ്വർഗീയ പ്രത്യാശയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. യോബിൻ്റെ പുസ്തകത്തിൽ യോബിന് തൻ്റെ മക്കളെ നഷ്ടപ്പെട്ടപ്പോൾ യോബ് പറഞ്ഞ ഒരു കാര്യമുണ്ട്: കർത്താവ് തന്നു, കർത്താവ് എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം തൻ്റെ ആ നിർണയത്തിൽ പ്രിയ സന്തോഷത്തിന് പ്രിയ സിസ്റ്ററിന് പൈതലിനെ ദാനമായി നൽകി. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം പൈതലിനെ മടക്കി വിളിച്ചു. നമുക്ക് ദൈവത്തിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുവാൻ കഴിയത്തില്ല. എന്നാൽ അതിൻ്റെ പിൻപിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഈ പ്രിയ കുടുംബത്തെ പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നമുക്കെല്ലാവർക്കും ഒരു പ്രത്യാശയുണ്ട്. നാം ഒരിക്കൽ
നമ്മുടെ മൺമറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ നാം കാണും. കർത്താവിന് സ്തോത്രം. അതാണ് ഒരു ദൈവപേരിൻ്റെ പ്രത്യാശ. ഹല്ലേലൂയ. ആമേൻ. ദാവീദിന് തൻ്റെ പൈതലിനെ നഷ്ടപ്പെട്ടപ്പോൾ ദാവീദ് പറയുന്നൊരു ഭാഗം 2 ശമൂവേലിന്റെ പുസ്തകത്തിലുണ്ട്. കർത്താവിന് സ്തോത്രം. ഇപ്രകാരമാണ്: മകനെ ഇനി എൻ്റെ അടുക്കിലേക്ക് കടന്നു വരത്തില്ല, ഞാൻ അവൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലും. കർത്താവിന് സ്തോത്രം. അതാണ് ഒരു ദൈവിക പ്രത്യാശ എന്ന് പറയുന്നത്. സ്തോത്രം. നാം ഒരിക്കൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുന്ന ഒരു ദിവസമുണ്ട്. ഉയർപ്പിൻ്റെ ഒരു പൊൻപുലരി നമുക്ക് മുന്നിലുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 4-16 വാക്യം പറയുന്നത് പോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. സ്തോത്രം. ആ പൊൻപുലരിയിൽ നാം നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, മുഖാമുഖം കാണും. കർത്താവിന് സ്തോത്രം. ഈ വാത്സല്യ പൈതലിനെയും കർത്താവിന്റെ വരവെങ്കിൽ ഉയർപ്പിന്റെ പൊൻപുലരിയിൽ നമുക്ക് വീണ്ടും കാണാൻ. കർത്താവിന് സ്തോത്രം. പ്രിയ കുടുംബത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന പ്രിയ സന്തോഷപ്രദം. കഴിഞ്ഞ നാളുകളിൽ പരിചയപ്പെടുവാനൊക്കെയുള്ള സാവകാശം ലഭിച്ചു. കർത്താവിന് സ്തോത്രം. ഇപ്രകാരം ഒരു സംഭവം ഭാഗത്ത് നടന്നു. കർത്താവിന് സ്തോത്രം. എന്നാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയായിട്ട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിന് സ്തോത്രം. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം നിറയ്ക്കുമാറാകട്ടെ. സഭയെ കർത്താവ് സഹായിക്കുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. ഇന്റർനാഷണൽ റിവൈവൽ ചർച്ച് സഭയുടെ സീനിയർ പാസ്റ്റർ ജോൺ തോമസ് കുടുംബം, ഇന്റർനാഷണൽ റിവൈവൽ ചർച്ച് ദേവദാസന്മാർ, എല്ലാ ദൈവമക്കളും നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. കുടിലെന്നോ കൊട്ടാരമെന്നോ ആണെന്നോ പെണ്ണെന്നോ പ്രായം ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ലാതെ ഒരിക്കലായി നാം കടന്നു പോകേണ്ട ഒരു വാഹനമാണ് ഈ മരണവാഹനം എന്നത്. അതിനകത്ത് ആരാദ്യം കയറുന്നു, ആരാണ് രണ്ടാമത് കയറുന്നതെന്ന് ആർക്കും അറിയത്തില്ല എന്നുള്ളത് മാത്രമാണ്. ജീവിച്ചിരിക്കുമ്പോൾ നമുക്കെല്ലാം മനോഹരമായ പേരുകളുണ്ട്, സ്വന്തം ഐഡൻറ്റിറ്റി ഉണ്ട്, സിൻ നമ്പറുണ്ട്, വീടുണ്ട്, സ്വന്തമെന്ന് പറയുവാൻ പലതുമുണ്ട്. ഞാൻ ഈ കോമ്പൗണ്ടിലോട്ട് കയറിയപ്പോൾ ഒന്ന് കണ്ണുപിടിച്ച് നോക്കിയപ്പോൾ ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവരെ അടക്കം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ആരുടെയും ഐഡൻറ്റിറ്റി കാണുന്നില്ല, ആരുടെ ഒരു നമ്പർ കാണുന്നില്ല, ഏത് ഭാഷയാണെന്ന് അറിയുന്നില്ല, അവരുടെ കളർ ഏതാണെന്ന് കാണുന്നില്ല. നാമും ഒരുപോലെ ഇതുപോലെ കടന്നു പോകേണ്ട ഒരു സാഹചര്യത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. അതുകൊണ്ട് നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഇവിടെ നമുക്കൊരു പൗരത്വം, ഒരു ഐഡൻറ്റിറ്റിയും ഒക്കെ നിലനിൽക്കുന്നത് വളരെ ചെറിയ കാലം മാത്രമാണ്. എന്നാൽ ഇതിന് ശേഷം നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, നമ്മളൊരു പൗരത്വമുള്ളവരാണ്. അത് ഇവിടെയുള്ളതല്ല, അത് നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ. പ്രത്യാശയുള്ളവർ അക്കാരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്, കർത്താവേ, ഞങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെടുന്നില്ല. പ്രിയ പൈതൽ കടന്നു പോയതുപോലെ തന്നെ സ്വർഗത്തിൽ അരുമനാഥനോടൊപ്പം ചേരുവാൻ കർത്താവ് നമ്മയും സഹായിക്കട്ടെ. ദൈവവചനത്തിൽ നിന്ന് അനേക വാക്യങ്ങൾ പ്രത്യാശ ഉണർത്തുന്ന മരണാനന്തര ജീവിതത്തെപ്പറ്റി, പുനരുത്ഥാനത്തെപ്പറ്റി കാണിക്കുന്ന നിരവധി വാക്യങ്ങൾ. അതിൽ നിന്ന് പ്രാരംഭത്തിൽ കർത്താവിൻ്റെ ആശ്രീവാചസിനി ബൂക്കുര്യൻ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ ഇവിടെ വായിച്ച് കേൾപ്പിക്കും. അതിനുശേഷമായിട്ട് പ്രിയ മാത്യുങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ചു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവനിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും.
ഈ വചനങ്ങൾക്ക് കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും. ആമേൻ. നമുക്കൊരു നിമിഷം കൂടെ കണ്ണുകളെ ദൈവസന്നിധാനെ അടയ്ക്കാം. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾ ഒരു അനുഗ്രഹമായി തീരുവാൻ നമ്മെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ മാധ്യമങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ അൻപുള്ള പിതാവേ, ഈ നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ പൈതൻ്റെ വേർപാടിനുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഇപ്പോൾ ഈ സെമിത്തേരിയിലായിരിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ഞങ്ങൾ ദുഃഖത്തിലും പ്രയാസത്തിലുമായിരുന്നു. ഞങ്ങളെ തിരുമേനിയുടെ സാന്നിധ്യം കൊണ്ട് ആശ്വസിപ്പിച്ചതിനാൽ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന നിന്റെ ദാസന്മാരെ എല്ലാവരെയും സത്യാൽ അനുഗ്രഹിക്കണമേ. പ്രതിയാൽ സന്തോഷപ്രദത്തെയും കുടുംബത്തെയും തൃക്കരങ്ങളുടെയൊക്കെ ഫലമേൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന അവസ്ഥ തിരുമേനി അറിയുന്നല്ലോ. മനുഷ്യപ്രകാരം കർത്താവെ ഞങ്ങൾക്കൊന്നും ആശ്വസിപ്പിക്കുന്നതിന് പരിമിതികളുണ്ട്. എന്നാൽ അങ്ങയുടെ വചനത്താലും അങ്ങയുടെ സാന്നിധ്യത്താലും ഈ ദിവസങ്ങളിൽ അവരെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്ന ആശ്വാസനും പ്രത്യാശയ്ക്കുമായി അങ്ങേ സ്തുതിക്കുന്നു. പ്രിയപിതാവേ, പ്രിയ പൈതലിൻ്റെ ഭൗതിക ശരീരത്തിലുള്ള ബന്ധത്തിലുള്ള ഈ ലോകത്തിൽ വെച്ചുള്ള അവസാനത്തെ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ ഈ ശുശ്രൂഷയെ അനുഗ്രഹമായി തീരുവാൻ തിരുമേനി സഹായിക്കണമേ കർത്താവേ. ശുശ്രൂഷ ചെയ്യുവാൻ ദാസന്മാരെ തിരുമേനി ബലപ്പെടുത്തുമാറാകണമേ കർത്താവേ. കാലാവസ്ഥ എത്രത്തോളം അനുഗ്രഹമായി തിരുവരി തന്നതിനാൽ സ്തോത്രം, സ്തോത്രം. പ്രിയപിതാവേ, ഞങ്ങൾ വിശ്വസിക്കുന്നത് കർത്താവേ, ഈ പ്രിയ പൈതൻ്റെ ആത്മാവ് അങ്ങയുടെ സന്നിധിയിൽ ആഹ്ലാദിക്കുമ്പോൾ കർത്താവേ, ഒരു പൊൻപുലരിയിൽ അങ്ങയുടെ വരുമ്പോൾ ആ കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് വരുമ്പോൾ മരിച്ചവർ ഉയർത്തി നിൽക്കുന്നത് ആ പൊൻപുലരിയിൽ പ്രിയ പൈതലിനെ ഞങ്ങൾക്ക് കാണാം. ശേഷിക്കുന്നവരെ കർത്താവേ അവനോടുകൂടി എടുക്കപ്പെടുമ്പോൾ പ്രിയ പൈതലിനെ ഞങ്ങളെ വിട്ട് കടന്നു പോയിട്ടുള്ള മറ്റു പ്രിയപ്പെട്ടവരൊക്കെയും ഞങ്ങൾക്ക് കാണാമെന്നുള്ള ആ വലിയ പ്രത്യാശ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നതിനാൽ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദിനംതോറും ആ പ്രത്യാശയെ ഞങ്ങളെ വഴി നടത്തണമേ കർത്താവേ. ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തിരുമേനി സഹായിച്ചാട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ആ പ്രത്യാശയില്ലാതെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ കർത്താവേ, ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള ആ വലിയ കാര്യം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, അങ്ങേ നോക്കി ജീവിപ്പാൻ, അങ്ങയുടെ പാതയിൽ കൂടി നടക്കുവാൻ, ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ സഹായിക്കണം. ഒരു ആവശ്യം കൂടെ ശുശ്രൂഷിക്കുന്നത് ദാസന്മാരെ തൃക്കരങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇത്രത്തോളം ശുശ്രൂഷ നടത്തുവാൻ തിരുമേനി സഹായിക്കാനുള്ള സ്തോത്രം, സ്തോത്രം. ചോദിച്ചിലധികം നമ്മളെ നിറയ്ക്കണം. യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേട്ട് ത്രവന്മാരാകണമേ പിതാവേ. തുടർന്ന് നമ്മുടെ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് എത്തിച്ചേരുകയാണ്. വിശേഷാൽ പ്രിയ കുഞ്ഞിൻ്റെ ഗ്രാൻഡ് ഫാദറായിരിക്കുന്ന ES ജോൺ പാസ്റ്റർ കർത്താവിൻ്റെ ദാസൻ്റെ കൂടെ ദീർഘവർഷങ്ങൾ പ്രവർത്തിക്കുകയും ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനുമായിരിക്കുന്ന പാസ്റ്റർ TC ചെറിയാൻ പാസ്റ്റർ നമ്മുടെ കൂടെയുണ്ട്. കർത്താവിൻ്റെ ദാസൻ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കും ദൈവദാസനെ ഞാൻ ഇതിനായി ക്ഷണിക്കും. വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ടു പ്രത്യാശയിന്ദിനം, വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ടു പ്രത്യാശയിന്ദിനം. കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. ഈ ഗേഹം വിട്ടുപോകിലും ഈ ഗേഹം കെട്ടുപോകിലും ഈ ഗേഹം വിട്ടുപോകിലും ഈ ഗേഹം കെട്ടുപോകിലും കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. ദുഃഖം തളങ്ങട്ടി നിൽക്കുന്നതിലും അപവിത്രത്തിലുപരി പ്രത്യാശാ നിർഭരവുമായിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകാൽ വേർപാടിൻ്റെ അഗാധമായ ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾ, പ്രിയ സന്തോഷ് ബ്രദറിനെയും റീനാസസിനെയും കുഞ്ഞുങ്ങളെയും
പ്രിയ ക്രിസ്റ്റിമോളെയും അവരുടെ മാതാപിതാക്കൾ, സഹോദരവർങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സഭാജനങ്ങൾ, പ്രത്യേകാൽ ഈ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന വളരെ അനുഗ്രഹീതനായി മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവർക്കൊരാശ്വാസമായി, അനുഗ്രഹമായി, അവരുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ തക്കവണ്ണം ആഹോരാത്രം പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ഭൃത്യൻ ഷിനു പാസ്റ്റർ കുടുംബം, നെബു പാസ്റ്റർ കുടുംബം, ഇവിടെ ആയിരിക്കുന്ന കർത്തൃദാസന്മാർ, എല്ലാ പ്രിയപ്പെട്ടവരെയും സർവകൃപാലുവായി ദൈവം ആശ്വസിപ്പിക്കുകയും ദൈവിക സമാധാനത്താൽ നിറയ്ക്കുകയും ചെയ്യട്ടെ. നാം ഇപ്രകാരം ഇവിടെ ആയിരിക്കുന്ന ഈ വേളയിൽ നമുക്കെല്ലാവർക്കും വളരെ ദുഃഖമുണ്ട്. നമുക്കറിയാം, വളരെ തിരക്കേറിയ അന്തരീക്ഷത്തിൽ നിന്ന് നാം ഈ സെമിത്തേരിയിലേക്ക് കടന്നു വന്നപ്പോൾ ശോകമുഖമായ ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഒരു സെമിത്തേരിയിൽ കടന്നു വന്നിട്ട് ഒരു തുള്ളി കണ്ണുനീർ വീഴ്ത്താതെ പോകുന്ന ആരും തന്നെ ഇല്ല. വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ ഏതവസ്ഥകളിൽ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടാലും അവരുടെ ജീവിതത്തിൽ സെമിത്തേരി എന്ന് പറയുന്നത് ജീവിതത്തിൽ ദുഃഖസമ്പൂർണവും വേദനാജനകവും അത് ശാന്തമൂകവും ആയിരിക്കുമ്പോൾ തന്നെ ഞാനൊരു കാര്യം വ്യക്തമായി ഇന്ന് പകൽ ഓർപ്പിച്ചു പോകാം. ഈ സെമിത്തേരികൾ ഇനി ശോകമുഖമായിരിക്കത്തില്ല. താമസമിന ഒരു സംഗീത സാന്ദ്രമായിരിക്കുന്ന അനുഭവത്തിലേക്ക് സെമിത്തേരികൾ മാറുവാൻ പോകുകയാണ്. അത് ഞാൻ ഏതെങ്കിലും ഒരു വാക്കുകൾ കൊണ്ട് പ്രസ്താവിച്ചതല്ല. എൻ്റെ ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. കാഹളനാദം കേൾക്കുമ്പോൾ മരിച്ചവർ ക്രിസ്തുയേശുവിനാൽ ഉയർത്തെഴുന്നേറ്റ് അവർ പുതിയ ശരീരം പ്രാപിച്ച്, വിൺശരീരം പ്രാപിച്ച് തേജസ്സിൻ്റെ ശരീരത്തോടെ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധ ഗണങ്ങൾ രൂപാന്തര ശരീരധാരികളായി അവരൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുന്ന സമയത്ത് എല്ലാവരും ചേർന്നൊരു പാട്ട് പാടുവാനിടയാകും. ഞാൻ ഇങ്ങനെ പറയാം. ഈ തരുണത്തിൽ പ്രിയ ഗ്ലാഡിൻ മോളെ, പ്രിയ സന്തോഷ് ബ്രദറോ, റീന സിസ്റ്ററോ, അതുപോലെ തന്നെ ക്രിസ്റ്റിയോ ആര് വിളിച്ചാലും ഈ പൈതൽ കേൾക്കത്തില്ല. എന്നാൽ ഞാൻ പറയാം, ഈ അധരങ്ങൾ ചലിക്കും, ഈ കണ്ണുകൾ തുറക്കും, ഈ കാലുകൾ നടക്കും, ഈ കൈകൾ പ്രവർത്തിക്കും. താമസമിന് അതിൻ്റെ സമയം വരാൻ പോകുകയാണ്. ഒരു പക്ഷേ ഇതുവരെ ഈ കുഞ്ഞ് പാട്ടിൻ്റെതായ അടികൾ വേണ്ടും വണ്ണം അതിന് പാടുവാൻ കഴിഞ്ഞിട്ടില്ല. കേവലം ചുരുങ്ങിയ ഏതാണ്ട് 14 മാസങ്ങളാണ് ഈ ഭൂമിയിൽ ജീവിക്കുവാനിടയായത്. എന്നാൽ കർത്താവിൻ്റെ കാഹളനാദത്തിങ്കൽ ഒരുമിച്ച് പാടുന്ന ഒരു പാട്ടുണ്ട്. എന്നത് ചോദിച്ചാൽ, ക്രിസ്തുവിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടവർ മരണം കൊണ്ട് സകലവും തീർന്നു എന്ന് വിധി എഴുതുമ്പോൾ അവർ ആ പാട്ടിന്റെ ആദ്യ അടി ഇങ്ങനെ പാടും: ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഇവിടെ കൊണ്ട് തീർന്നില്ല. ഞാൻ പറയാം, ഈ പൈതൽ ഈ കല്ലറ കൊണ്ട് തീരത്തില്ല. ഈ കല്ലറയ്ക്കപ്പുറം ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു നല്ല സുദിനമുണ്ടെന്ന് നമുക്ക് ദൈവവചന പ്രകാരം ദൈവിക പ്രത്യാശയിൽ ഉറച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഇന്ന് പകൽ ഞാൻ പറയട്ടെ. അങ്ങനെയെങ്കിൽ ഈ പൈതൽ ഉൾപ്പെടെയുള്ളവർ ആ പാട്ടിന്റെ ആദ്യ അടി പാടുന്നത് ഹേ മരണമേ, നിന്റെ ജയം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന ഭക്തജനങ്ങൾ, വിശുദ്ധ ജനങ്ങൾ ഒരുമിച്ച് അതിന്റെ അടുത്ത അടി പാടും. അതിങ്ങനെയാണ്: ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? സകലരെയും മരണത്തിന് ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ് പാപത്തിൻ്റെതായിരിക്കുന്ന അനുഭവങ്ങളാൽ മരണത്തിന്റെ വിഷമുള്ള മനുഷ്യ ജീവിതങ്ങളെ കുത്തിവെച്ചുകൊണ്ട് അതിനെ കൊല്ലുവാൻ ഒരുങ്ങുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധ ഗണങ്ങൾ മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയില്ല. നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുവാനിടയാകും. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ തരുണത്തിൽ ഈ നിമിഷം കാഹളനാദം കേൾക്കുന്നെങ്കിൽ മുന്നമേ പ്രിയ ഗ്ലാഡിൻ മോള് ഉയർത്തെഴുന്നേൽക്കുവാനിടയാകും. നാം എല്ലാവരും രൂപാന്തരം പ്രാപിച്ച് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുമ്പോൾ ഒരു വലിയ പാട്ടിന്റെ ധ്വനികൾ ഉയരുവാനിടയാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ന് സെമിത്തേരികൾ ശോകമുഖമെങ്കിൽ താമസമീന ഒരു സംഗീത സാന്ദ്രമായിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് സെമിത്തേരികൾ മാറുവാൻ പോകുകയാണ്. പ്രത്യാശയുള്ള ദൈവമക്കൾക്കറിയാം, ദൈവിക ക്രിസ്തീയ ജീവിതം ഒരിക്കലും സെമിത്തേരി കൊണ്ട് അവസാനിക്കുന്നല്ല. സെമിത്തേരിക്കപ്പുറമായി, മരണത്തിനപ്പുറമായി, മരണത്തെ ജയിച്ച് നമുക്കായി വീടൊരുക്കാൻ പോയ നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞ വാഗ്ദത്തമാണ് വലുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് വാക്കു പറഞ്ഞ കർത്താവ് ഈ ഭൂമിയും ഈ പ്രപഞ്ചവും കാണുന്നതെല്ലാം മാറിപ്പോയാലും
വാക്കുമാറാത്ത കർത്താവ്, സത്യം ചെയ്തിട്ട് ഛേദം വരാതെ വണ്ണം ഉറപ്പുള്ള വാഗ്ദത്തം തന്ന നമ്മുടെ കർത്താവിന്റെ വാഗ്ദത്തം നിറവേറാൻ സമയമായി. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ദൈവത്തിന്റെ കൃപ പകരട്ടെ. ഞാൻ ഒരു കാര്യം ഇങ്ങനെ ഓർപ്പിച്ചു പെട്ടെന്ന് മുൻപോട്ട് കൃത്യസമയത്തിന്റെ വാക്കുകളെ നിർത്താൻ. ഈ ശവസംസ്കാരത്തിന്, മരണത്തിന് സ്ഥലമോ സമയമോ രാജ്യമോ പ്രശ്നമല്ല. ഇതിലെല്ലാം അപ്പുറമായി നമുക്കൊരു പ്രത്യാശയുണ്ട്. ഞാൻ പറയാം, ജോസഫ് മിസ്രൈമിലായിരിക്കുന്നത്. എന്നാൽ ജോസഫിന്റെ മരണസമയം അടുത്തപ്പോൾ തൻ്റെ സഹോദരന്മാരെ എല്ലാവരെയും വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോകുകയാ. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർത്തോണം, അത്യുന്നതനായ ദൈവം അബ്രാഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദത്തം ചെയ്ത ഒരു സ്വന്തം ദേശമുണ്ട്. നമുക്കിവിടെ സ്ഥിരമല്ല, നാം ആ ദേശത്തേക്ക് പോകേണ്ടവരാണ്. ആകയാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഈ ദേശത്ത് നിന്ന് നിങ്ങളെ ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തകനാനിലേക്ക് കൊണ്ടുപോകും. അന്ന് നിങ്ങൾ എന്നെയും കൊണ്ടുപോകണമെന്ന് ജോസഫ് പറഞ്ഞെങ്കിൽ 110 വയസ്സുള്ളവനായി ജോസഫ് മരിക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഈ ലോകം ശാശ്വതമല്ല. ഈ കാണുന്നതെല്ലാം നശ്വരമാണ്, ഇതെല്ലാം മാറിപ്പോകുന്നതാണ്. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ജ്ഞാനിതന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനായ നിങ്ങൾ ചെയ്യേണ്ടത് പ്രശംസിക്കുവാൻ ഏക കാര്യം, യഹോവയായ ഞാൻ തന്നെ ഭൂമിയിൽ ദയയും ന്യായവും നടത്തുന്നത് യഹോവയിൽ പ്രശംസിക്കട്ടെ. അതാണ് പിന്നത്തേതിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, എനിക്കോ പ്രശംസിക്കുവാൻ മറ്റൊന്നുമില്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലല്ലാതെ എനിക്ക് പ്രശംസിക്കുവാൻ ഇടവരരുത്. കാണുന്നതെല്ലാം താൽക്കാലികമാണ്, കാണാത്തത് നിത്യമാകയാൽ ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ നമ്മെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഞാൻ ഓർപ്പിച്ചല്ലോ, നമുക്കറിയാം 90 സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നീ മർത്യനെ ഒടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. ഞാൻ പറയാം, ഈ പൈതലിന്റെ ഈ ഭൗതിക ശരീരം നമ്മളിവിടെ അടക്കം ചെയ്തതിന് ഒരു കാലപരിധിയുണ്ട്. എപ്പോഴെന്നറിയാമോ? ഇന്ന് നാം ഇവിടെ അടക്കം ചെയ്യുന്നത് മുതൽ കർത്താവിന്റെ കാഹളനാദം വരെ ഈ ഭൗതിക ശരീരം മണ്ണോട് ചേർക്കപ്പെട്ടെന്ന് വരാം, എന്നാൽ പൈതലിന്റെ ആത്മാവ് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ ഇങ്ങനെ പറയുന്നത്, ആത്മാവ് അവനെ നൽകിയ ദൈവത്തിങ്കിലേക്ക് പോകുന്നു, പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് തിരികെ ചേരുന്നു എന്നുള്ള വചനപ്രകാരം ഞാൻ പറയാം, പ്രിയ പൈതലിനോട് നമ്മൾ ഇവിടെ വിട്ട് ഈ മണ്ണിനേൽപ്പിച്ച് നാം കടന്നു പോകുമ്പോൾ, പ്രിയ സന്തോഷേ, പ്രിയ റീന, നമുക്കൊന്നറിയാം, ഇതിനും ഒരു സമയമുണ്ട്. കാഹളം ധ്വനിക്കും, കാഹളം ധ്വനിക്കും. കർത്താവിന്റെ വരവാസന്നമായിരിക്കാൻ ആ കാഹളനാദത്തിങ്കൽ ഈ പ്രിയ പൈതലും എഴുന്നേറ്റു വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ, ഉറച്ച പ്രത്യാശയോടെ നമുക്ക് നമ്മുടേതായ കാൽച്ചുവടുകൾ മുൻപോട്ട് വയ്ക്കാം. നമുക്ക് കർത്താവിൽ ബലപ്പെടാം, നമുക്ക് കർത്താവിൽ ശരണപ്പെടാം, നമുക്ക് കർത്താവിൽ വിശ്വസിക്കാം. അത്യുന്നതനായ ദൈവത്തിൽ നമുക്ക് ആശ്വാസം പ്രാപിക്കാം. ഞാൻ വാക്കുകളെ നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം ഒന്ന് പരസ്യമായി പ്രസ്താവിക്കട്ടെ. ഈ വാക്കുകളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആരെങ്കിലും ഇതുവരെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ, ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കാതെ, ദൈവകൃപയിൽ മുൻപോട്ട് പോകാതെ, വിശുദ്ധ ജീവിതം ചെയ്യാതെ മുൻപോട്ട് പോകുന്നു എങ്കിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവമക്കൾ മരിച്ചാലും ജീവിക്കും. അവർ ദൈവത്തിനുള്ളവരാകയാൽ ആ ദൈവിക പ്രത്യാശയിൽ നമുക്ക് നിറയാം. ആരെങ്കിലും ആ പ്രത്യാശയിൽ നിറയപ്പെടാതെ ആരുണ്ടെങ്കിൽ ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഈ സെമിത്തേരി, ഈ പൈതലിന്റെ ശവസംസ്കാര ശുശ്രൂഷ നിങ്ങളുടെ പേര് ഉയരത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്ന ഒരു നല്ല സുദിനമായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾ, പ്രിയ സന്തോഷിനെയും പ്രിയ റീനയെയും കുഞ്ഞുങ്ങളെയും പ്രിയ ക്രിസ്റ്റിയെയും ഇവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സഭാജനങ്ങൾ, കർത്തൃദാസന്മാർ എല്ലാവരെയും സർവകൃപാലുവായ ദൈവം തന്നെ ആശ്വസിപ്പിക്കുകയും ദൈവിക സമാധാനത്താൽ നിറയ്ക്കുകയും ചെയ്യട്ടെ.
നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ച് ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണുകളടച്ച് ഒരു നിമിഷം ഒന്ന് തലകളെ വണക്കി നമുക്ക് ദൈവസ്ഥലം ഒന്ന് ശോധന ചെയ്യാം. കർത്താവേ, ഇന്ന് കാഹളനാദം കേട്ടാൽ, അല്ല എൻ്റെ അന്ത്യമായാൽ, എൻ്റെ നിത്യത എവിടെ ഒന്നൊന്ന് ശോധന ചെയ്യുവാൻ ഇതുവരെയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയം തുറന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കൂ. ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിച്ച് ദൈവകൃപയിൽ മുന്നേറുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ഇത് വല്ലാത്ത ഒരു കാലഘട്ടമാണ്. നമ്മുടെ പരദേശ പ്രയാണം ഭയത്തോടും ഭക്തിയോടും കൂടെ കഴിപ്പാൻ കർത്താവ് എൻ്റെ കാലുകൾ ഇടറരുത്, എൻ്റെ ജീവിതയാത്രയിൽ തളർന്നു പോകരുത്. ദൈവം ബലം നൽകണമേ എന്ന് ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളും എല്ലാം അനുഗ്രഹമാകുവാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഉപവാസം പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവം ഞങ്ങളെ കർത്താവെ എത്രത്തോളം അമ്മയെ അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്ന പച്ച. പ്രത്യേകിച്ച് കർത്താവെ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന പച്ച. കർത്താവ് ദൈവീയ സമാധാനവും അമ്മയെ സന്തോഷം കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. വലിയ പ്രത്യാശ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ സ്വർഗം ഞങ്ങൾക്ക് നൽകിയത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവേ, അമ്മേ കർത്താവേ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിട്ടുപൊരിഞ്ഞ കുഞ്ഞിനെ കർത്താവ് വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ കർത്താവ് നൽകിയതിനായി ഞങ്ങൾ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു, സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഞാൻ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ദൈവസഭയുടെ അനുഗ്രഹീത ശുശ്രൂഷകനും എൻ്റെ കൂട്ടുപ്രവർത്തകനുമായ ES ജോൺ പാസ്റ്റർ കുടുംബം ഇതുപോലുള്ള അനേക സന്ദർഭങ്ങളിൽ അനേകരെ ആശ്വസിപ്പിച്ച ദൈവദാസിന് കുടുംബമാണ്. അവരുടെ ആ വേദന പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് ആ കർത്തൃദാസന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ പ്രിയ സന്തോഷ് ബ്രദറുടെ മാതാവിനെയും പ്രിയപ്പെട്ടവരെയും ഒക്കെയും ദൈവം ആശ്വസിപ്പിക്കും. ശരീരത്തോടെ വരുന്നുവെന്ന് ചോദിക്കും. അവിടെ നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ ഒറ്റുമല്ലതിൻ്റെയോ വെറുമണി എത്ര വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസം ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ്സുമുണ്ട്, ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനം അവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമത്രേ ആകുന്നു. ഒന്നാമത്തേത് ആത്മീയം, പിന്നത്തേതിലോ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായ പ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകിയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കിയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. ആ രണ്ടു വാക്യം നാം എല്ലാവരും ഒന്ന് ചേർന്ന് പറയാൻ പോകുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പ്രിയ സന്തോഷ് ബ്രദറെ, നമ്മൾ പരാജിതരല്ല, നമുക്ക് ജയം തരുന്ന ഒരു ദൈവമുണ്ട്. ഈ ശരീരത്തെ തേജസ്സേറുന്ന ശരീരത്തോടെ ഉയർപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് അടുത്ത ഭാഗം ഇങ്ങനെ പറയുന്നു: ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനോടുള്ള ഭയത്തിലും ഭക്തിയിലും
കർത്തൃ ശുശ്രൂഷയിലും കർത്തൃസേവയിലും ഒരു വർധനവായി തീരട്ടെ. ഇത് നിങ്ങളെ തളർത്തുകയല്ല, ഇത് നിങ്ങളെ വളർത്തുവാൻ കാരണമാകട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ പകരട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷകൾ ഇവിടെ സമാപിക്കാൻ പോകുകയാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ആരെങ്കിലും ഇവിടെ കടന്നു വന്നിരിക്കുന്നവർ ഇനി ഈ ഭൗതിക ശരീരം, ഈ പൈതലിൻ്റെ ശരീരം കാണുവാനുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വന്ന് കാണുവാനുള്ള സമയമാണ്. ആരെങ്കിലും കാണുവാനുണ്ട്? എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരെ പിറ്റേന്നോ പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്തു പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ വസ്ത്രമൂരിഞ്ഞ ആറാടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നോരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോയി ആദിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി സ്വർഗരാജ്യത്തു ചെന്ന
കർത്താവെന്നോടു ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അരുളി ചെയ്ത ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുമെന്നും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കുമെന്ന് ഞങ്ങളെ കുറിച്ച് അരുളി ചെയ്ത ഞങ്ങളുടെ നല്ല നാഥ, വാട്ടം മാലിന്യം കളങ്കമൊന്നുമില്ലാത്ത തിരുസഭ കർത്തൃനാഥത്തിങ്കൽ കാഹളനാഥത്തിങ്കൽ കർത്തൃസനയിൽ ചേർക്കപ്പെടുമെങ്കിൽ ലോകത്താലുള്ള കളങ്കം പറ്റാതെ ഈ ലോകത്തിൽ ജീവിച്ച് കേവലം 14 മാസം ജീവിച്ച് മാതാപിതാക്കൾക്ക്, സഭയ്ക്ക്, സഹോദരവർഗങ്ങൾക്ക് വളരെ സന്തോഷകരമായിരുന്ന ഞങ്ങളുടെ പ്രിയ ഗ്ലാഡിൻ മോളും ഉയർത്തെഴുന്നേറ്റു വരുമെന്നുള്ള ഉറച്ച പ്രത്യാശയോടെ തികഞ്ഞ വിശ്വാസത്തോടെ ഈ മണ്ണിനും ഈ പൂഴിക്കും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കാഹളം ധ്വനിക്കും, കർത്താവ് വരും, ദൈവത്തിന്റെ കൃപ പകരട്ടെ. ഈ മണ്ണാകുന്ന ശരീരം തേജസ്സോടെ ഉയർത്തെഴുന്നേൽക്കും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? അതുകൊണ്ടാണ് എന്റെ കർത്താവ് ഇങ്ങനെ പറഞ്ഞത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. കല്ലറയിൽ ഇവിടെ അടക്കപ്പെട്ടിട്ടുമെങ്കിലും ആ കാഹള ശബ്ദം ഈ പൈതൽ കേൾക്കും, തേജസ്സോടെ ഉയർത്തെഴുന്നേൽക്കും. പ്രത്യാശയുള്ള ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമ്മുടെ പൈതൽ നമുക്ക് നഷ്ടമായിട്ടില്ല. ആ തേജസ്സിന്റെ തീരത്ത് നമുക്ക് വീണ്ടും കാണാം. കർത്തൃകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ തരുണത്തിൽ ഒരു തിരുവചന ഭാഗം വായിക്കും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യഭാഗങ്ങൾ കൂടെ വായിച്ച് ശുശ്രൂഷയുടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് ഇതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവർ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. വാക്കുമാറാത്ത കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഇതാ ഞാൻ സകലവും പുതിയതാക്കുന്നു. ഒരുപക്ഷെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഈ പൈതൽ ഉരുവായത് വൈദ്യശാസ്ത്ര പ്രകാരം ഒരു രോഗിയായിട്ടാ ജനിച്ചത്. വേണമെങ്കിൽ രോഗിയായിട്ടാകാം, വളർന്നത് രോഗിയായിട്ടായിരിക്കാം. രോഗമില്ലാത്ത തേജസ്സേറുന്ന ശരീരത്തോടെ ഇതിനെ പുതിയതാക്കുന്ന നമ്മുടെ കർത്താവ്, വിശുദ്ധന് സത്യവാനുമായവൻ, വാക്കുമാറാത്തവൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ സകലതും പുതിയതാക്കും. ആകയാൽ നമുക്ക് പ്രത്യാശയോടെ ഇവിടെ നിന്ന് കടന്നു പോകാം. നമ്മുടെ കർത്താവ് വരാറായി, കാഹളനാദം കേൾക്കാറായി. തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ എന്നുള്ള വചനപ്രകാരം നമുക്ക് സമാധാനത്തോടെ കടന്നു പോകാം. നമുക്കിപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ,
അങ്ങ് വേഗം വരണമേ, അങ്ങ് വേഗം വരണമേ. നമുക്കതിനായി ഒരുങ്ങാം, നമുക്കതിനായി ഉണരാം, പ്രത്യാശയോടെ കടന്നു പോകാം. ഈ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം എന്നെ നിയോഗിച്ചാൽ കർത്താവിന്റെ വിലയേറിയ പ്രത്യക്ഷനും പാസോടും കുടുംബത്തോടും ഈ സഭയോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് വരാറായി, നമുക്കൊരുങ്ങാം. തുടർന്നുള്ള ശുശ്രൂഷകൾ കർത്താവിന്റെ വിലയേറിയ പ്രത്യൻ തന്നെ ലീഡ് ചെയ്ത് ശുശ്രൂഷ സമാപിപ്പിക്കുന്നതായി. ആശീർവാദം പറഞ്ഞു നമ്മുടെ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കും. ഈ ശുശ്രൂഷ ഇവിടെ തീരുകയാണ്. ഒരു നിമിഷം കൂടെ നമുക്ക് ദൈവസന്നിധാന കണ്ണുകളെ അടയ്ക്കാം. കർത്താവിന്റെ പ്രിയ ഗോളി പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ സ്തോത്രം. ഞങ്ങളുടെ പൈതലിന് ഈ ഭൂമിയിൽ കൊടുത്ത നല്ല ആയുസ്സിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവവരങ്ങളിൽ സമർപ്പിക്കും. സെമിത്തേരിയിലെ ശുശ്രൂഷ എത്രത്തോളം അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം. ഇവിടെ വായിക്കപ്പെട്ട ദൈവവചനത്തിനായി ഞങ്ങൾ സ്തോത്രം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീനെന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പൈതലിന്റെ വേർപാടും ദുഃഖവും പ്രയാസവും ഉണ്ടെങ്കിലും അങ്ങയുടെ സ്വർഗത്തിലെ ഒന്നേക്ക് സ്ഥിരമായിരിക്കുന്ന അങ്ങയുടെ വചനം കൊണ്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ശുശ്രൂഷ നിർവഹിപ്പാൻ കർത്താവിന്റെ ദാസനെ അധികാരത്തോടെ അഭിഷേകത്തോടെ കർത്താവെ ഞങ്ങളുടെ നടുവിൽ നിർത്തിയതിനായി സ്തോത്രം. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങൾ ആ ക്യൂവിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വളരെ ഒരുക്കത്തോടെ, വളരെ വിശുദ്ധിയോടെ, സമർപ്പണത്തോടെ ഞങ്ങളുടെ കർത്താവെ ശിഷ്ടായുസ് കഴിപ്പാൻ ദൈവവിടെയാക്കണമേ. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ മാനിച്ചതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തുറന്നുള്ള എല്ലാ ക്രമീകരണങ്ങളും അനുഗ്രഹമാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും നമ്മോട് നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ദുഃഖാർത്ഥരായിരിക്കുന്ന വാത്സല്യ കുഞ്ഞുങ്ങളോടും ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ലോകമെമ്പാടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങിവരും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരം മണ്ണോടു ചേർന്നാലുമേ കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ. കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ. ആയന്താനന്ദം, ആയന്തു മോദമേ, ആയന്താനന്ദം, ആയന്തു മോദമേ. ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. മാർവിൽ ഞാൻ ചാരും നേരത്തിൽ, എൻ പ്രിയൻ മാർവിൽ ഞാൻ ചാരും നേരത്തിൽ, ഹായന്തോരിൻപമെന്തു മധുരം വർണ്ണ്യമല്ലഹോ. ഹായന്തോരിൻപമെന്തു മധുരം വർണ്ണ്യമല്ലഹോ. ഈ ലോക ജീവിതം പുല്ലിനു തുല്യമേ. ഈ ലോക ജീവിതം പുല്ലിനു തുല്യമേ. വാടിപ്പോകും പൂവു പോലെ മാഞ്ഞു പോകുമേ. വാടിപ്പോകും പൂവു പോലെ മാഞ്ഞു പോകുമേ.
എനിക്കാശയെന്തഹോ ഈ പാഴുലോകത്തിൽ, എനിക്കാശയെന്തഹോ പഞ്ഞി പോൽ പറന്നു പോകും മായലോകമേ, പഞ്ഞി പോൽ പറന്നു പോകും മായലോകമേ. ഹായെന്താനന്ദം, ഹായെന്തു മോദമേ, ഹായെന്താനന്ദം, ഹായെന്തു മോദമേ. ശുദ്ധ എനിക്കറിയാം ഒത്തിരി പ്രിയപ്പെട്ടവർക്ക് ഈസ്റ്റർ ക്ലാസ് ഉൾപ്പെടെ പ്രിയ സന്തോഷിൻ്റെ മാതാവ് ഉൾപ്പെടെ പല പ്രിയപ്പെട്ടവർക്ക് ശുശ്രൂഷയിൽ പങ്കുചേരാൻ കഴിഞ്ഞിട്ടില്ല. ഒത്തിരി പ്രിയപ്പെട്ടവർ വിവിധ രാജ്യങ്ങളിൽ നിന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രിയ പൈതലിന് ഒരു യാത്രയൊക്കെ നൽകുവാൻ ദൈവസഭയായിട്ട് കൂടെ സഹായിച്ചു. കർത്താവ് അനുഗ്രഹിക്കും. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. ശോഭയേറും നാടുണ്ടത് കാണമേ ദൂരെ വിശ്വാസത്താ, താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. ശോഭയേറും നാടുണ്ടത് കാണമേ ദൂരെ വിശ്വാസത്താ, താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം, ഖേദം രോദനമങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക്. നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം, ഖേദം രോദനമങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക്. വേഗം എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. നമ്മുടെ വാർഷിക ആയതിൽ തൻ്റെ ഈ കൊച്ചു കാലഘട്ടം പൂർത്തിയാക്കി 1.25 വയസ്സിൽ തൻ്റെ ഈ ലോകത്തിലെ തൻ്റെ ജീവിതം ദൈവം മതിയാക്കി തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദമായല്ലോ. ഒരു ദിവസം പോലും ജീവിച്ചിരിക്കുകയില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ സ്ഥാനത്ത് കഴിഞ്ഞ 15 മാസത്തോളം ആയുസ്സോടെ ഞങ്ങൾക്ക് കാണുവാൻ അവസരം നൽകിയ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കുഞ്ഞിൻ്റെ ചിരിയും കുഞ്ഞിൻ്റെ വളർച്ചയും നമുക്ക് കാണുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി. ഭക്തനായോ പറഞ്ഞതുപോലെ യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്നല്ലാതെ മറ്റൊന്നും പറയാൻ ഞങ്ങൾക്ക് കഴിവില്ല. ഈ സന്ദർഭത്തിൽ ഞാൻ കുടുംബമായിട്ട് അവിടെ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ അവിടെ എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളതിനാൽ ഞങ്ങൾ വളരെ ദുഃഖിതരായിട്ട് ഇവിടെ ആയിരിക്കുന്നു. ഞങ്ങളുടെ അഭാവത്തിൽ അവിടെ പ്രിയ
റീനയെയും സന്തോഷിനെയും കുഞ്ഞുങ്ങളെയും ഈ വേർപാട് സംഭവിച്ച സമയം മുതൽ കടന്നു ചെല്ലുകയും ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും അവരെ ആശ്വസിപ്പിച്ച മിൻസറിലുള്ള ഞങ്ങളുടെ വാത്സല്യ ദൈവമക്കൾ, വിശേഷാൽ മിൻസർ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യനായ ഷിനു പാസ്റ്റർ കുടുംബം, അവിടെയുള്ള കർത്താവിൻ്റെ ദാസന്മാർ, സഹശുശ്രൂഷകന്മാരായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, പ്രിയ ഗോൾഡി പാസ്റ്റർ കുടുംബം, പ്രിയപ്പെട്ട അനിബ പാസ്റ്റർ കുടുംബം, വിശേഷാൽ ഞങ്ങളോട് വളരെ ആത്മാർത്ഥമായി കഴിഞ്ഞ നാളുകളിൽ സഹകരിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി സി ചെറിയാൻ പാസ്റ്റർ, ഇതിൻ്റെ കുടുംബം, അവരെല്ലാം നന്ദിയോടെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ അഭാവത്തിൽ നിങ്ങളവിടെ കടന്നു ചെല്ലുകയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു സഹായമായി, കൈത്താങ്ങലായി, അവരുടെ വേദനയിൽ അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും വചനം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ധൈര്യപ്പെടുത്തിയ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ദൈവം പ്രിയ കുഞ്ഞുങ്ങളെ പിന്നെയും ബലപ്പെടുത്തട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. ദാവീദ് പറഞ്ഞതുപോലെ, ഞാനിനി എത്ര കരഞ്ഞാലും അവനിനി എൻ്റെ അടുക്കിലേക്ക് വരില്ല, ഞാൻ അവിടെ ചെന്ന് എൻ്റെ മകനെ കാണും എന്ന് പറഞ്ഞ് ധൈര്യപ്പെട്ടതുപോലെ ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞിനെ ലാഡിനെ ഞങ്ങൾക്ക് ആ ഇമ്പകളുടെ പ്രതീക്ഷയിൽ ചെന്ന് കാണാം എന്നുള്ള വലിയ പ്രത്യാശ ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകിയിട്ടുണ്ട്. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഓർപ്പിച്ച എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇവിടെയുള്ള ഞങ്ങൾ ശുശ്രൂഷിച്ച ദൈവസഭയിലുള്ള എല്ലാ ദൈവമക്കളും അവരുടെ ദുഃഖവും പ്രത്യാശയും ഈ സമയം ഈ വാത്സല്യ കുടുംബത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ശുശ്രൂഷയിലായിരുന്ന തലമുടി ദൈവസഭയിലെ ദൈവദാസനും കുടുംബവും അവിടെയുള്ള ദൈവമക്കളും അവരുടെ പ്രത്യാശയും ദുഃഖവും അറിയിക്കുവാനായിട്ട് ഞങ്ങളെ ഓർപ്പിച്ചു. എല്ലാ ദൈവമക്കളുടെ പേരിൽ ഞങ്ങൾ അത് അറിയിക്കുന്നു. ദൈവം നമ്മെ വീണ്ടും ആശ്വസിപ്പിക്കുമാറാകട്ടെ. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ സഹോദരി റീനയുടെയും തന്റെ കുടുംബത്തിൽ സംഭവിച്ച വേർപാടിന്റെ ഈ ദുഃഖത്തിൽ ഞങ്ങളും ഈ വീഡിയോയിലൂടെ പങ്കുചേരുകയാണ്. റീന ഞങ്ങളുടെ സഹോദരിയാണ്. റീനയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു തക്ക തുണയെ ദൈവം ഒരുക്കിക്കൊടുത്തു. സന്തോഷം. ദൈവം അവർക്ക് നല്ലൊരു കുടുംബജീവിതം കൊടുത്തു. ആ കുടുംബജീവിതത്തിൽ ദൈവം കൊടുത്ത ഇളയ പൈതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ആ വാർത്ത ഞങ്ങൾ ഞെട്ടലോടെയാണ് കേട്ടത്. അത് ഹൃദയത്തിൽ താങ്ങുവാൻ കഴിയാത്ത വേദന തന്നെയാണ്. പ്രിയ പൈതൽ ഗ്ലാഡിയൻ തന്റെ ജനന സമയത്ത് തന്നെ ചില ശാരീരിക പ്രയാസങ്ങൾ അവൾക്കുണ്ടെങ്കിലും നല്ല ആരോഗ്യവതിയായിട്ട് കഴിഞ്ഞ 1 വർഷവും 2.5 മാസവും തന്റെ മാതാവിനോടും പിതാവിനോടും സഹോദരങ്ങളോടും ചേർന്ന് ഈ മണ്ണിൽ ജീവിക്കുവാൻ ദൈവം അനുവദിച്ചു. ദൈവം നിശ്ചയിച്ച സമയത്ത് കർത്തൃസന്നിധിയിലേക്ക് ആ പൈതലിനെ ചേർക്കപ്പെട്ടു. അത് ഒരു വേദന തന്നെയാണ്, മറക്കുവാൻ കഴിയാത്ത ഒരനുഭവം തന്നെയാണ്. ഞങ്ങളുടെ റീനയെയും സന്തോഷിനെയും ദൈവം അവർക്ക് കൊടുത്ത തലമുറയെയും ദൈവം പ്രത്യേകം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ അങ്കിൾ പാസ്റ്റർ ഇ എസ് ജോൺ, ആന്റി, റീനയുടെ സഹോദരി കുടുംബം, സന്തോഷിന്റെ മാതാവ്, സഹോദര കുടുംബം, അവരൊക്കെ നേരിടുന്ന ഈ പ്രശ്നത്തിൽ സമാധാനവും ആശ്വാസവും സ്വർഗത്തിലെ ദൈവം പകരട്ടെ. ദാവീദ് പറഞ്ഞതുപോലെ അവരിനിയും ഞങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല, ഞാൻ അവന്റെ അടുക്കിലേക്ക് പോകുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പൈതലിനെ ദൈവസന്നിധിയിൽ കാണാം എന്നുള്ള ആത്മവിശ്വാസം, ധൈര്യവും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നേരിട്ട ഈ വലിയ വേദനയിൽ ഞങ്ങൾ പങ്കുചേരുന്നു.
എന്റെയും എന്റെ കുടുംബത്തിന്റെയും മാതാവ്, സഹോദരി കുടുംബം, വിശേഷാൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാവിധ പ്രത്യാശയും ദുഃഖവും ഞങ്ങളുടെ സഹോദരി കുടുംബത്തെ അറിയിക്കുന്നു. സർവോപരി സർവശക്തനായ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ബേബി മാത്യു. ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ തലവടി ദൈവസഭയുടെ സെക്രട്ടറി എന്ന നിലയിൽ വാത്സല്യ പൈതലിന്റെ വേർപാടിനോടുള്ള ബന്ധത്തിൽ ഏതാനും വാക്കുകൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ വാത്സല്യ പൈതലിന്റെ മാതാപിതാക്കളായ റീനയും സന്തോഷും തലവടി ദൈവസഭയുടെ ദീർഘകാല ഏതാണ്ട് കഴിഞ്ഞ 24 വർഷത്തോളം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനായിരുന്ന കർത്താവിൽ ബഹുമാന്യനായ പാസ്റ്റർ ES ജോണിന്റെയും ശ്രീമതി അന്നമ്മ ജോണിന്റെയും മൂത്ത മകളും ഭർത്താവുമാണ്. പ്രിയ ദൈവദാസന്റെ വാത്സല്യ തലമുറകളുടെ എല്ലാ വളർച്ചകളും നേരിൽ കണ്ടിട്ടുള്ള തലവടി ദൈവസഭാ മക്കൾക്ക് ആർക്കും തന്നെ അവരെ മറക്കുവാൻ കഴിയുന്നതല്ല. കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട പൈതലിന്റെ ജനനത്തിങ്കൽ തന്നെ സാരമായ വൈകല്യം ഉണ്ടായിരുന്നതായി ദൈവദാസനിൽ നിന്നും അറിയുവാൻ ഇടയായതു മുതൽ എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുമായിരുന്നു. വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത് നമ്മുടെ സൃഷ്ടികർത്താവിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. എന്നാൽ പ്രിയ പൈതലിനെക്കുറിച്ചുള്ള ദൈവഹിതം ഇങ്ങനെയായിരുന്നു. ഏകദേശം 14 മാസത്തോളം ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം അനുവദിച്ചു. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് ഏത് പ്രായത്തിലായാലും ഏത് അവസ്ഥയിലായാലും മാനുഷ്യമായ നിലയിൽ നമുക്ക് ദുഃഖം തന്നെയാണ്. എന്നാൽ ഈ പൈതലിന് ഈ ലോകത്തിന്റെ മാലിന്യങ്ങളും ഒന്നും തന്നെ കാണാതെയും കേൾക്കാതെയും തന്റെ നിഷ്കളങ്കതയിൽ തന്നെ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. നമ്മുടെ വാഴ്ത്തപ്പെട്ട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ലെറ്റ് ദ ലിറ്റിൽ ചിൽഡ്രൻ കം ടു മീ ആൻഡ് ഡു നോട്ട് ഫോർബിഡ് ദം, ഫോർ ഓഫ് സച്ച് ഈസ് ദ കിങ്ഡം ഓഫ് ഹെവൻ. ഈ പ്രിയ പൈതലിന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയ റീന, സന്തോഷ്, സഹോദരി ക്രിസ്റ്റി, ഉല്ലാസ്, പ്രത്യേകാൽ പ്രിയ പൈതലിന്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും കേരളത്തിൽ ആയിരിക്കുന്നല്ലോ. പ്രിയപ്പെട്ടവരും അവരുടെ മറ്റ് കുടുംബാംഗങ്ങളും അവരുടെയൊക്കെ എല്ലാവരുടെയും ദുഃഖത്തിൽ ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ തലവടി ദൈവസഭയുടെ ശുശ്രൂഷകൻ കുടുംബം, എല്ലാ സഭാമക്കളും, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഭവനം തലവടി മണമേൽപ്പറമ്പിൽ കുടുംബാംഗങ്ങളായ ഞങ്ങൾ എല്ലാ സഹോദരി സഹോദരങ്ങളും തലമുറകളും പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവർ ദൈവീയമായ ആശ്വാസത്തിനും സമാധാനത്തിനുമായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദാവീദ് പറയും പോലെ നമുക്ക് ഈ പൈതലിനെ കർത്തൃസന്നിധിയിൽ അങ്ങോട്ട് ചെന്ന് കാണാം എന്ന പ്രത്യാശയിൽ ജീവിക്കാം. യഹോവയെങ്കിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവം ഏവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലസ്. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ പ്രിയ ക്ലാഡിൻമോളുടെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ലൈവിലും അല്ലാതെയുമായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരുടെയും മക്കൾ, മറ്റു പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വളരെ ചുരുങ്ങിയ ചില കാലയളവ് മാത്രം ആയുസ് പറഞ്ഞ പ്രിയ കുഞ്ഞിനെ 14 മാസത്തോളം ശുശ്രൂഷിപ്പാൻ സന്തോഷിനെ, പ്രിയ റീനയെ കർത്താവ് സഹായിച്ചു. ദൈവത്തിന്റെ സമയമായപ്പോൾ കർത്താവ് തിരികെ വിളിച്ചു. മാനുഷികമായ ആശ്വാസങ്ങൾക്ക് പരിധിയുള്ളപ്പോൾ ദൈവിക സമാധാനം കൊണ്ട് പ്രിയ കുടുംബത്തെ കർത്താവ് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളെ തുടർന്നും പ്രിയ കുടുംബത്തെ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ എല്ലാം പ്രത്യാശ കർത്താവിനെ വീണ്ടും കാണാം എന്നുള്ളതാണ്. അതിനോടൊപ്പം പ്രിയ കുഞ്ഞിനെയും കാണാമെന്ന പ്രത്യാശയിലായിരിക്കുന്നു. ഞങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രിയ കുടുംബത്തിന് കൈത്താങ്ങൽ കൊടുക്കുന്ന വിൻസറിലെ പ്രിയ ഷിനു പാസ്റ്റർ, കുടുംബം, മറ്റ് സഹശുശ്രൂഷകർ, ദൈവമക്കൾ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിലുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം ധാരാളമായ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.
കർത്തൃനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രിയ സന്തോഷിന്റെയും പ്രിയനയുടെയും കുഞ്ഞ് ഗ്ലാഡിന്റെ ദേഹവിയോഗം വളരെ വേദനയോടെയാണ് അറിയുവാനായിട്ടിടയായി തീർന്നത്. കുഞ്ഞിന്റെ സൗഖ്യത്തിനു വേണ്ടി കഴിഞ്ഞ നാളുകളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എങ്കിലും കർത്താവിന്റെ സമയമായപ്പോൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രിയ കുഞ്ഞിനെ കർത്താവ് ചേർക്കുവാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നി. സന്തോഷിന്റെ ഭവനത്തെക്കുറിച്ച് പറയുമ്പോൾ ചന്നപ്പട്ടയിൽ ദൈവസഭയുടെ പ്രവർത്തനം ആരംഭിച്ചത് 1997 ആദ്യമായി ദൈവസഭയിലെ അംഗങ്ങളായി കടന്നു വന്നത് ആ വാത്സല്യ ഭവനമാണ്. സന്തോഷിന്റെ മാതാവ് മേരിക്കുട്ടിമാമയാണ് ഈ സഭയിലെ ആദ്യത്തെ അംഗമായിട്ട് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. അന്നു മുതൽ ആ വാത്സല്യ ഭവനവുമായിട്ടുള്ള സ്നേഹവും ബന്ധവും വളരെ ആഴമേറിയതാണ്. കർത്താവിന്റെ വേലയെ സ്നേഹിക്കുന്നതിലും ദൈവത്തിന്റെ ദാസന്മാരെ ആദരിക്കുന്നതിലും വളരെ ഉത്സാഹത്തോടും സൂക്ഷ്കാന്തിയോടും നിലകൊള്ളുന്ന ഒരു ഭവനമാണ് പ്രിയ സന്തോഷിന്റെ ചന്നപ്പട്ടയിലുള്ള ഭവനം. പ്രിയ സന്തോഷിനെയും കുടുംബത്തെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. മാനുഷികമായ വാക്കുകൾക്ക് പരിമിതിയുണ്ട്. എന്നാൽ സകല ബുദ്ധിയും കവിഞ്ഞ് ദിവ്യ സമാധാനം കൊണ്ട് ദൈവം അവരുടെ ഉള്ളങ്ങളെ നിറയ്ക്കട്ടെ എന്നാത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. മരണവിവരമറിഞ്ഞ സമയം മുതൽ ഞങ്ങൾ സഭ ഒന്നടങ്കം ആ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ വളരെ ദുഃഖത്തോടെ ഭാരത്തോടെ ദൈവസന്നിധിയിലായിരിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ചന്നപ്പട്ട സഭയിലുള്ള ഓരോ കുടുംബത്തിനും വേണ്ടി, പ്രത്യേകിച്ച് എന്റെ ഭവനത്തിന്റെ എന്റെ കുടുംബത്തിന്റെയും പേരിലുള്ള എല്ലാവിധമായ ദുഃഖവും അതോടൊപ്പം ദൈവികമായ പ്രത്യാശയും ഞാൻ അറിയിക്കുന്നു. സർവവല്ലഭനായ ദൈവം ദൈവിക സമാധാനം കൊണ്ട് തന്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.